ഉള്ളുകളിൽ നിന്നാണ് ഈ മജ്ലിസ് കേൾക്കുന്നത്. പല ജോലി സ്ഥലത്ത് വെച്ചും മറ്റു പല ഇടങ്ങളിൽ വെച്ചുമാണ് ആത്മീയമായി ഞങ്ങൾ സംഗമിക്കുന്ന മജ്ലിസാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ പോരിശ കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബഹുമാനികളായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരായ അടിമകളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിഷ്കളങ്കമായി സ്നേഹിക്കാനും അവിടുത്തെ തിരുസുന്നത്തുകളെ ജീവിതത്തിൽ പകർത്താനും അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും അതിലൂടെ ഹബീബിൻ്റെ ചാരത്ത് നിൽക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. ആറടി മണ്ണിലാണ് അള്ളാഹുവേ അവരുടെ ഖബറുകളെ എൻ്റെ സ്വർഗീയ പൂന്തോപ്പാക്കണം റഹ്മാനെ. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അവരുടെ ഖബറുകളിലേക്ക് നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. ജീവിതത്തിൽ പല ജാതി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പരിഹാരം സ്വലാത്തിലൂടെ ഉണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് ഞങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റാൻ കാരണമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. പരിഹാരം സ്വലാത്തിലൂടെ ഉണ്ട്. നീ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ പോരിശ കൊണ്ട് ഞങ്ങളെ രോഗങ്ങളൊക്കെ ശിഫയാക്കണം റഹ്മാനെ. വിഷമങ്ങളുള്ളവര്, കടമുള്ളവര്, മറ്റു പ്രതിസന്ധികൾ തരണം ചെയ്യുന്നവര്, മക്കളില്ലാത്തവര്, വിവാഹം ശരിയാവാത്തവര്, വിവാഹ ജീവിതത്തിൽ സമാധാനം കിട്ടാത്തവര്, ഇങ്ങനെ തുടങ്ങി പല ജാതി പ്രയാസങ്ങളും പലപ്പോഴും പലരും പലവട്ടം പലയിടത്തുനിന്നും വെച്ച് പറയാറുണ്ട്. എല്ലാവർക്കും നീ പരിഹാരം സ്വലാത്തിലൂടെ നൽകണം റഹ്മാനെ. ശരീരം കൊണ്ട് പല സ്ഥലങ്ങളിൽ നിൽക്കുന്നവര്, വീടിൻ്റെ അകത്തളങ്ങളിലുള്ള ഉമ്മമാരടക്കം പല നാടുകളിൽ പല സ്ഥലങ്ങളിൽ പല ഇടങ്ങളിൽ നിൽക്കുന്നവര്, ആത്മാവ് കൊണ്ട് ഒന്നിക്കുന്ന ഒരു മജ്ലിസാണിത്. അല്ലാഹുവേ, ആത്മാവ് കൊണ്ട് ഹബീബിൻ്റെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ ഒരുമിച്ച് കൂടുന്ന ഇടമാണ് ഈ മഹത്തായ മജ്ലിസ്, ആത്മീയമായ ഈ മജ്ലിസ്. അല്ലാഹുവേ, ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം റഹ്മാനെ. വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരു പരിഹാരം തേടിക്കൊണ്ടാണ് ഈ മജ്ലിസിലേക്ക് എത്തിപ്പെടുന്നത്. പല ആളുകളും ഓൺലൈനിലൂടെ പല അല്ലാഹുവേ കളികളും കളിക്കുന്ന ദിവസങ്ങളാണ്, സമയങ്ങളാണ്. കോമഡി കണ്ട് സമയം കളയുന്നവര്, സിനിമയും സീരിയലും കണ്ട് ആസ്വദിച്ച് ചിരിക്കുന്നവര്, അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ അല്ലാഹുവെ ഉപയോഗിക്കാനുള്ള ഓപ്ഷനുകൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് റബ്ബേ, നിന്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്തു ചൊല്ലുന്ന ഒരു മജ്ലിസ് തെരഞ്ഞെടുത്തവരാണ് ഈ കേൾക്കുന്നവര്, ഈ ആമീൻ പറയുന്നവര്. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. എന്നോടുള്ള മഹബ്ബത്ത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഈ മജ്ലിസിലൂടെ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിലൂടെ നീ വർദ്ധിപ്പിച്ചു നൽകണം റഹ്മാനേ. ആഖിബത്ത് നന്നായി മരിക്കാൻ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് വെച്ച് മരിക്കാൻ ഈ ആത്മീയ കൂട്ടായ്മയിലൂടെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന്, ആത്മഹത്യകളിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമാക്കണം. എല്ലാ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാരണമാക്കണം. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാക്കണം റഹ്മാനെ.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളായ മുഅ്മിനീങ്ങളെ, പല നാടുകളിലും പല വീടിൻ്റെ ഉള്ളിലും തൻ്റെ മൊബൈൽ ഓണാക്കിക്കൊണ്ട് ഈ മജ്ലിസ് വീക്ഷിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഇഖ്വാനിങ്ങളെ, അല്ലാഹു നമ്മുടെ അടുക്കൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അല്ലെങ്കിൽ TV അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വഴികളിലൂടെ ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ നടത്തപ്പെടുന്നൊരു മജ്ലിസ് തിരഞ്ഞെടുത്ത് ശരീരം കൊണ്ട് മറ്റു പല സ്ഥലങ്ങളിലാണെങ്കിലും ആത്മാവ് കൊണ്ട് ഒന്നിച്ചിരിക്കുന്ന ഒരു മജ്ലിസിൽ നമ്മുടെ സമയവും നമ്മുടെ ഊർജവും നമ്മുടെ നെറ്റുമൊക്കെ ചെലവാക്കി നമ്മൾ ഈ സ്വലാത്ത് ഇവിടെ ചൊല്ലുമ്പോൾ ഇത് വലിയ ദർജയ്ക്ക് കാരണമാക്കി തരും. അല്ലാഹു തരട്ടെ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വലാത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയവും ഒരു ദിവസവും അവന് ഉണ്ടായിക്കൂടാ. സ്വലാത്തിൻ്റെ മഹത്വം വളരെ വലുതാണ്. എണ്ണിയാൽ തീരാത്ത മഹത്വമുള്ള മഹത്തായ പ്രവർത്തനമാണ് നമ്മുടെ സ്വലാത്ത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മളൊരു സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരിക്കലും അത് പാഴായി പോകുന്ന ഒരു പ്രവർത്തനമായി മാറുന്നില്ല. നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വലാത്തിന് പകരമായി 10 അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തരുന്നു. 10 ദോഷങ്ങൾ നമ്മളിൽ നിന്ന് പൊറുക്കപ്പെടുന്നു. 10 പ്രയാസങ്ങൾ അല്ലാഹു നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് ഇത്ര വലിയ മഹത്വം അല്ലാഹു നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ സ്വലാത്തിനെ പോലെ അതുപോലെ പറയാൻ പറ്റിയ മറ്റു കർമ്മങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയങ്ങൾ പാഴാക്കി കളയേണ്ടവരല്ല നമ്മൾ. നമുക്ക് സ്വലാത്തിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നേടിയെടുക്കാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ മഹബ്ബത്തിനെ നമുക്ക് വർദ്ധിപ്പിക്കാം. അല്ലാഹു സ്വലാത്തിലൂടെ അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ സ്വലാത്ത് വലിയ മഹത്വമുള്ള അമലാണ്, നമുക്കറിയാവുന്നതാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശറാ. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന് 10 ഗുണങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന ഒരു മഹത്തായ വചനം നമ്മുടെ നാവ് ഈ ഭൂമി ലോകത്ത് വെച്ച് ഉച്ചരിച്ചു പോയോ അത് വെറുതെയാകൂല മുഅ്മിനേ, ഇഖ്വാനിങ്ങളെ. പകരം അല്ലാഹു അതിന് നമുക്ക് തരുക തന്നെ ചെയ്യും. മറ്റു പല അമലുകളും മറ്റു പല കാരണങ്ങളെ കൊണ്ടും നമുക്ക് നഷ്ടമായേക്കാം. റിയാ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ അമലുകളിൽ. റിയാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടെങ്ങാനും ഒരു പ്രവർത്തനം ചെയ്താൽ ആ പ്രവർത്തനത്തിന് ഫലമില്ലല്ലോ. നിയ്യത്ത് നന്നാണ്, പക്ഷേ നമ്മൾ ചെയ്തപ്പോൾ ഒരാൾ കണ്ടുപോയപ്പോൾ അതിൽ നമുക്ക് സന്തോഷം തോന്നി, ഞാനത് ചെയ്യുന്നത് കണ്ടല്ലോ എന്ന് തോന്നിയെങ്ങാനും നമ്മുടെ മനസ്സെങ്ങാനും അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പോലും നമ്മുടെ അമലിൻ്റെ ഫലം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ സ്വലാത്ത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രിയപ്പെട്ട ഇഖ്വാനിങ്ങളെ, സ്വലാത്ത് മറ്റൊരാൾ കാണാൻ വേണ്ടി ചൊല്ലിയാലും കാണാതിരിക്കാൻ വേണ്ടി ചൊല്ലിയാലും ഒറ്റക്ക് ചൊല്ലിയാലും കൂട്ടത്തിൽ ചൊല്ലിയാലും സ്വലാത്തിൻ്റെ കൂലി നഷ്ടപ്പെടാതെ നിലനിൽക്കുന്ന ഒന്നാണ്. അല്ലാഹു സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ദിവസത്തിൽ അവൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമായി വേണ്ട 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ തുടങ്ങി വെക്കുന്നത്. തുടർന്നും ഈ മഹത്തായ മജ്ലിസിൽ, നിങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് കേൾക്കുന്ന ഈ മജ്ലിസിൽ, ആത്മീയമായി ഒന്നിച്ചിരിക്കുന്ന ഈ മജ്ലിസിൽ ഇനിയും നമുക്ക് ആ 3 കാര്യങ്ങൾ ദിവസവും തുടർത്തി കൊണ്ടുപോകുകയും വേണം.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിലൊന്നാമത്തത് ഇസ്തിഗ്ഫാറാണ്. നമ്മുടെ തെറ്റുകളെ പൊറുപ്പിക്കാൻ നമുക്ക് ഇസ്തിഗ്ഫാർ നിർബന്ധമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളും പല ദിവസങ്ങളിലും പലപ്പോഴും അറിഞ്ഞും അറിയാതെയും തെറ്റുകളിൽ ഏർപ്പെടുന്നവരാണ് നമ്മൾ. ആ തെറ്റുകൾ നമ്മൾ അറിയാതെ അങ്ങ് പോയാൽ, അല്ലെങ്കിൽ തെറ്റുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിട്ടും അതിനെ മൈൻഡ് ചെയ്യാതെ പോയാൽ, ആ തെറ്റുകൾ നമ്മുടെ ഹൃദയത്തിനെ ആകെ പ്രയാസപ്പെടുത്തും. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരടിമ ഒരു തെറ്റ് ചെയ്താൽ, ഒരു ഹറാമ് ചെയ്താൽ, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഒരു പുള്ളി, കറുത്ത പുള്ളി കൊടുക്കും. നുക്തത്തുൻ സൗദാ, ഒരു കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കുത്തി കൊടുക്കുന്നു. അങ്ങനെ ആ തെറ്റ് അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലാതെ, അതിൽ നിന്ന് തൗബ ചെയ്യാതെ, അതിനോടവൻ മാപ്പ് എടുക്കാതെ ആ തെറ്റവൻ ഇങ്ങനെ മറന്നുപോയാൽ ആ കറുത്ത പുള്ളി ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. ആ കറുത്ത പുള്ളി അവിടെ സ്ഥിരമായി നിൽക്കുകയാണ്. പിന്നെയും അവൻ ഒരു തെറ്റ് ചെയ്താൽ മറ്റൊരു കറുത്ത പുള്ളി. ഇങ്ങനെ കറുത്ത പുള്ളികളാൽ ഹൃദയം അങ്ങ് നിറഞ്ഞാൽ, കറുത്ത ഹൃദയമായി, ഇരുണ്ട ഹൃദയമായി അവന്റെ ഹൃദയം മാറിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. മുഅ്മിനെ പിന്നെ എന്ത് നന്മകൾ പറഞ്ഞാലും കേൾക്കാൻ അവന് സാധിക്കാത്ത വിധം അവന്റെ ഹൃദയം കറുത്തു പോകും. നന്മകൾ സ്വീകരിക്കാൻ കഴിയാത്ത വിധം അവൻ അതപ്പതിച്ചു പോകും. നന്മകൾ ആര് ഉപദേശിച്ചാലും ഉൾക്കൊള്ളാൻ അവനെ കൊണ്ട് സാധിക്കാത്ത വിധം അവന്റെ ഹൃദയം അങ്ങ് മങ്ങലേറ്റു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിനെ സ്ഫുടമാക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ദിവസവും കുളിക്കുന്നവരാണ്, നമ്മൾ വസ്ത്രങ്ങൾ അലക്കുന്നവരാണ്, അതിലുള്ള ചളികളും മ്ലേച്ഛതകളും കളയുന്നവരാണ്. ശരീരത്തിലുള്ള ന്യൂനതകൾ, അതിൻ്റെ ശരീരത്തിലുള്ള വിയർപ്പുകൾ, ദുർഗന്ധങ്ങൾ നമ്മൾ ദിവസവും കുളിച്ച് വൃത്തിയാക്കുന്നവരാണ്. പക്ഷേ ഹൃദയത്തിൽ നമ്മൾ അടിഞ്ഞുകൂടുന്ന ദുർഗന്ധമുണ്ട്. അത് നമ്മുടെ തെറ്റുകുറ്റങ്ങളാണ്. തെറ്റുകൾ ചെയ്യുമ്പോൾ വീണുപോകുന്ന കറുത്ത പുള്ളികളാണ്. അത് എല്ലാ ദിവസവും ശുദ്ധിയാക്കേണ്ടതുണ്ട്. ഒരു ദിവസം ഒരു വട്ടം പോരാ, ഒരു ദിവസം 2 തവണയെങ്കിലും നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധിയാക്കേണ്ടതുണ്ട്. ദിവസത്തിൽ നമ്മൾ കുളിച്ച് വൃത്തിയാകുന്നു, ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ എന്തോ അസ്വസ്ഥത നമുക്ക് അനുഭവപ്പെടുന്നു. ദിവസവും നമ്മൾ അലക്കുന്നു, അലക്കാതെ ഇടുന്ന വസ്ത്രങ്ങൾ ഇടുമ്പോൾ, ചളിയുള്ള വസ്ത്രം ഇടുമ്പോൾ മറ്റുള്ളവരിത് കാണുന്നുണ്ടല്ലോ, കണ്ടാൽ മോശമാണല്ലോ എന്ന ബോധ്യം നമുക്കുണ്ടാകുന്നു. പക്ഷേ ഹൃദയത്തിൻ്റെ കാര്യത്തിൽ ആ ചിന്ത നമുക്കില്ല. ഒരു തെറ്റ് സംഭവിച്ചു പോയി, ആരും കണ്ടില്ല, അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ശുദ്ധിയാക്കാൻ സമയം വൈകിപ്പോവുകയാണ്. ശരീരം ശുദ്ധിയാക്കുന്നത് പോലെ അങ്ങനെ കറുത്ത ഹൃദയമുള്ളവനായി മാറാതിരിക്കാൻ കൃത്യമായി നമ്മൾ ശുദ്ധീകരിക്കണം. നമ്മുടെ വസ്ത്രങ്ങളും വാഹനങ്ങളും ചെരുപ്പുകളും നമ്മുടെ ശരീരവും നമ്മൾ വൃത്തിയാക്കുന്നത് പോലെ ഹൃദയത്തിനെയും വൃത്തിയാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനെ നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ നിശ്ചയം അല്ലാഹുവിനോട് പൊറുക്കൽ തേടാറുണ്ട്, ഞാൻ അല്ലാഹുവിന് ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. എല്ലാ ദിവസവും 70 മറ, 70 തവണ, 70 ഇസ്തിഗ്ഫാർ. മറ്റൊരു ഹദീസിലുണ്ട് 100 മറ, 100 വട്ടം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 വട്ടം ഒരു ദിവസം ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനെ, ഒരിക്കലും നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലാത്ത ദിവസം ഒരിക്കലും ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് ആദ്യമായി നമ്മുടെ മജ്ലിസ് മുൻഗണന കൊടുക്കുന്നത് ഇസ്തിഗ്ഫാറിനാണ്. 100 ഇസ്തിഗ്ഫാർ കണ്ണടച്ചുകൊണ്ട് ചെയ്ത തെറ്റുകളെ ഓർത്തുകൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു 100 ഇസ്തിഗ്ഫാർ രാവിലെയും വൈകുന്നേരവും നമ്മൾ ചൊല്ലൽ അനിവാര്യമാണ്, വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. 2 സ്വലാത്തിന്റെ കാര്യമാണ്. ഒരു മുഅ്മിൻ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സ്വലാത്ത്. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടാൻ 300 സ്വലാത്തെങ്കിലും ദിവസം ചൊല്ലണമെന്നാണ് അത്തിപ്പറ്റ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറയാറുള്ളത്. നമ്മൾ രാവിലെ ഒരു 100 സ്വലാത്തും വൈകുന്നേരം ഒരു 100 സ്വലാത്തും ചൊല്ലിയാൽ മഹത്തായ സ്വലാത്തിന്റെ കൂട്ടത്തിൽ സ്വലാത്തിന്റെ പവർ നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും.
പിന്നെ നമ്മൾ ദിക്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ് നമുക്ക് ചൊല്ലാനുള്ളത്. കലിമത്തു തൗഹീദ് അതിൻ്റെ പരിപൂർണമായ രൂപം എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണമായ കലിമത്തു തൗഹീദ് നമ്മൾ ഒന്നുകൂടി വിശാലമാക്കി ചൊല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ നമ്മൾ അങ്ങ് ചൊല്ലിയാൽ അതിൻ്റെ മഹത്വം നമ്മൾ പറയും. 10 അടിമകളെ മോചിപ്പിച്ച കൂലി നമുക്ക് അതിലൂടെ കിട്ടുമെങ്കിൽ എത്ര വലിയ പവറുള്ള ദിക്റാണത്. അങ്ങനെ 3 ദിക്റുകളും ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഏറ്റവും ചുരുങ്ങിയത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പക്ഷെ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മാത്രം ചുരുങ്ങാതെ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിലൂടെ തന്നെ ചൊല്ലി എല്ലാ ദിവസവും പല വീടുകളിൽ നിൽക്കുന്ന, പല സ്ഥലങ്ങളിൽ നിൽക്കുന്ന, പല നാടുകളിൽ നിൽക്കുന്ന പലരും ആത്മീയമായി ഒരു ദിവസത്തിൽ 2 തവണ ഒരുമിച്ച് കൂടുന്ന ഒരു ആത്മീയമായ മജ്‌ലിസായി നമ്മുടെ മജ്‌ലിസ് മാറിയാൽ നാളെ ആഖിറത്തിൽ ചൊല്ലുമ്പോൾ വലിയ മുതൽക്കൂട്ട് നമുക്കുണ്ടാകും. ഈ ദുനിയാവിൽ വെച്ച് തന്നെ പല പ്രയാസങ്ങൾക്കും ഈ മജ്‌ലിസിലൂടെ പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധ്യമാകും. അത് നമ്മുടെ പവറല്ല, മഹാന്മാരായ അള്ളാന്റെ ഔലിയാക്കന്മാരുടെ പവർ കൊണ്ട്. ഈ ദിക്റുകളൊക്കെ മഹാന്മാരായ ആളുകൾ ചൊല്ലി വന്ന ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും സ്വലാത്തുകളുമായതുകൊണ്ട് അവർക്കൊക്കെ അള്ളാഹു കൊടുക്കുന്ന ദുനിയവിയും ഉഖ്റവിയുമായ നേട്ടങ്ങൾ നമുക്കും അള്ളാഹു അതിലൂടെ തരും. അവരെ സ്നേഹിച്ചതിലൂടെ തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ അത് നമ്മൾ മഹാന്മാരുടെ പേരിലൊക്കെ കുറഞ്ഞ ഫാത്തിഹകൾ ഓതി നമ്മൾ ആ മജ്‌ലിസിലേക്ക് കിടക്കണം. ഈ മജ്‌ലിസ് നിലനിൽക്കാൻ എല്ലാവരും ഇതിൻ്റെ കൂടെ ഉണ്ടാവുക, ഇതിൻ്റെ പ്രവർത്തകരായി മാറുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഈ മജ്‌ലിസ് കേൾക്കുന്നുണ്ടാകും. മറ്റുള്ള ദുനിയവിയായ ആവശ്യങ്ങളോ മറ്റുള്ള ആഗ്രഹങ്ങളോ ഒന്നും ഈ മജ്‌ലിസുമായി ബന്ധമില്ല. പല ആളുകളും പല സ്ഥലങ്ങളിലും പല പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ ഒരു പരിഹാര മാർഗം സ്വലാത്തിലൂടെ ഉണ്ട് എന്ന് ഹബീബ് പറഞ്ഞതുകൊണ്ട് അത് ചൊല്ലുന്ന ഒരു ആത്മീയ കൂട്ടായ്മ മാത്രമാണ് ഇതിലൂടെ ലക്ഷ്യം. അല്ലാഹു തൗഫീഖ് തരട്ടെ. إلى حضرة روح سيد المرسلين محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله. اللهم إلى روح سيدنا الشيخ عبد القادر الجيلاني رضي الله عنه الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. اللهم إلى روح سيدي سلطان الأولياء الشيخ أبي الحسن علي الشاذلي رضي الله عنه الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. اللهم وإلى أرواح مشايخنا ومشايخ سلسلة الشاذلية القادرية وإلى أرواح سائر أوليائك الكرام رضي الله عنهم أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. وما تقدموا لأنفسكم من خير تجدوه عند الله هو خير وأعظم أجرا واستغفر الله إن الله غفور رحيم. أستغفر الله 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 أستغفر الله
അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം الذي لا إله إلا هو الحي القيوم وأتوب إليه. ഇസ്തിഗ്ഫാർ എല്ലാ രഹസ്യങ്ങളുടെയും കവാടമാണ് മുഅ്മിനേ. ഇഖ്വാനികളെ, ഇസ്തിഗ്ഫാർ കൊണ്ട് ഒരുപാട് രഹസ്യങ്ങളുടെ കലവറകൾ നമുക്ക് തുറന്നു തരും. ഒരുപാട് അനുഗ്രഹങ്ങളുടെ കലവറകൾ നമുക്ക് തുറന്നു തരും. എല്ലാ പ്രയാസങ്ങൾക്കും ഇസ്തിഗ്ഫാർ പരിഹാരമാകും. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ അടുക്കലേക്ക് പ്രയാസം പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നപ്പോൾ അയാൾക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തത് നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ എന്നാണ്. മറ്റൊരാൾ രോഗപ്രശ്നവുമായി വന്നപ്പോഴും അയാൾക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കൊടുത്തു. മറ്റൊരാൾ മറ്റൊരു പ്രശ്നം വന്ന് പറഞ്ഞപ്പോഴും ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കൊടുത്തു. ചരിത്രത്തിലുണ്ട്, ഇസ്തിഗ്ഫാർ തന്നെയാണ് എല്ലാറ്റിനും പരിഹാരം. നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടോ, രോഗമുണ്ടോ, വിഷമമുണ്ടോ, കടമുണ്ടോ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചാൽ പരിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, മഴ തരും. ഇസ്തിഗ്ഫാർ പരിഹാരമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് നിന്നോട് ഞാൻ മാപ്പ് തേടുന്നു, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. അത് നമ്മൾ ചൊല്ലുമ്പോൾ കേവലം അശ്രദ്ധയില്ലാതെ അതിൻ്റെ അർത്ഥം മനസ്സിൽ കൊണ്ടുവന്ന് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ ഓർത്തുകൊണ്ട് നമ്മുടെ റാഹത്തോടുകൂടി ചൊല്ലിയാൽ വലിയ ഫലം നമുക്കുണ്ടല്ലോ. ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണം റഹ്മാനേ. ഹബീബിൻ്റെ പേരിൽ നമുക്കൊരു 100 സ്വലാത്ത് ചൊല്ലാം. നിങ്ങൾ പല നാടുകളിലും പല സ്ഥലങ്ങളിലും പ്രവാസികളും അല്ലാത്തവരുമൊക്കെ ആയിട്ടുള്ളവരാണ്. ഒരു മജ്ലിസ് സ്വലാത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഒഴിവുണ്ടാകുമ്പോൾ മജ്ലിസ് ഉണ്ടാവില്ല, മജ്ലിസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒഴിവുണ്ടാവില്ല. ഇങ്ങനെയായിട്ട് സ്വലാത്തുകളിലൊന്നും പങ്കെടുക്കാൻ നിങ്ങൾക്ക് പലപ്പോഴും സാധിക്കാറില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രയാസപ്പെടുന്നവരുണ്ടാകും. സ്വലാത്തിൻ്റെ മജ്ലിസിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. എന്നാൽ ശരീരം കൊണ്ട് നിങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിലും ആത്മീയമായിട്ട് സംഗമിക്കുന്ന ഒരു മജ്ലിസായി മജ്ലിസ് മാറിയാൽ വലിയ നേട്ടം നമുക്കുണ്ടാകും. ഇത് ഹബീബിന്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂടുന്ന ഒരു ആത്മീയ മജ്ലിസാണ്. ഇതുപോലെ ഹബീബിന്റെ ചാരത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരുമിച്ച് കൂടാൻ ഈ മജ്ലിസിലൂടെ സാധ്യമായാൽ ഈ ദുനിയാവിൽ നമുക്ക് വലിയ നേട്ടം അതിലൂടെ കിട്ടും. അല്ലാഹു ഈ സ്വലാത്തിലൂടെ അതിന് നമുക്ക് തൗഫീഖ് തരട്ടെ. പരിശുദ്ധ റൗളാ ഷരീഫിനെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവരണം. ആ പരിശുദ്ധമായ റൗളയെ ഒന്ന് കണ്ണിലൂടെ കാണുന്നത് പോലെ ഹൃദയത്തിലൊന്ന് കണ്ടിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഒരുപാട് ദറജകളുണ്ടല്ലോ. മഖാമും മഹ്മൂദ്, എത്ര പദവികളുണ്ട് കേട്ടോ. ആരാരും നാളെ നമ്മളെ തിരിഞ്ഞു നോക്കാത്ത മഹ്ശറയില് ഹബീബ് മാത്രം തിരിഞ്ഞു നോക്കുന്ന അവസ്ഥയുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ഞങ്ങൾ നിങ്ങളെ എവിടെയാണ് നോക്കേണ്ടത് മഹ്ശറയിൽ വെച്ച്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, കിതാബ് കൊടുക്കുന്നിടത്തോ ഞങ്ങൾ ഉണ്ടാകും, അവിടെ കണ്ടില്ലെങ്കിലോ നബിയെ സിറാത്തിന്റെ അവിടെ ഞാൻ ഉണ്ടാകും. സ്വഹാബ, സെല്ലിമു എന്ന് പറഞ്ഞു ഓരോ ഉമ്മത്തിനെയും നീ പോയി രക്ഷപ്പെടടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആസ്വദിപ്പിച്ചുകൊണ്ട് സിറാത്തിന്റെ അവിടെ നിൽക്കുന്നുണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരാൾക്കും നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയാത്ത ആ മഹ്ശറയിൽ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടത്തോടുള്ള മഹബത്ത് നമുക്ക് ഈ സ്വലാത്തിലൂടെ വർദ്ധിപ്പിക്കണം. എല്ലാവരും ഒന്നിച്ചു ചൊല്ലുക. മാലയെടുത്ത് 100 വട്ടം നമ്മൾ ചൊല്ലണം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ
اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമുക്ക് കണ്ണ് ഒന്ന് ചിമ്പിങ്ങാണ്ട് ചൊല്ലുകയാണെങ്കിൽ നമ്മൾ ഹൃദയം തുറക്കുന്നതാണ്. മഹാന്മാരായ ഉസ്താദുമാരൊക്കെ എപ്പോഴും പറയുന്നതാണ്, കണ്ണടച്ചാൽ ഹൃദയം തുറക്കും. അപ്പോൾ നമ്മൾ കണ്ണടച്ചുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദറജകൾ മനസ്സിൽ കൊണ്ടുവന്ന് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയാൽ വലിയ നേട്ടം നമുക്ക് ഇതിലുണ്ടാകും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي وعلى آله وصحبه وسلم تسليما كثيرا بقدر عظمة ذاتك في كل وقت وحين അള്ളാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ കബൂലാക്കണം റഹ്മാനെ. പരിശുദ്ധ റൗള ഷരീഫിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഈ സ്വലാത്തിലൂടെ ഈ മജ്ലിസിലൂടെ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളെല്ലാ നന്മകളെയും സ്വീകരിക്കുകയും തിന്മകൾ മാപ്പാക്കുകയും ചെയ്യണം റഹ്മാനെ. തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചെയ്തു തരണം റഹ്മാനെ. സ്വാലിഹീങ്ങളിൽ പെടുത്തണം അല്ലാഹ്.
ദുനിയവിയും ഉഖറവിയുമായ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പരാജയങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനും ഇത് കാരണമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ദുനിയവിയും ഉഖറവിയുമായ എല്ലാ വിജയത്തിനും കാരണമാക്കണം റഹ്മാനെ. ഉഖറവിയായ എല്ലാ നഷ്ടങ്ങൾക്കും പരാജയങ്ങൾക്കും അല്ലാഹുവേ സ്വലാത്ത് മജ്ലിസ് മോചനത്തിന് കാരണമാക്കണം അല്ലാഹ്. ഇനി നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ദിക്റിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ മഹത്തായ ദിക്റിന്റെ പൂരിഷന്താം. ഈ ദിക്റ് 10 വട്ടം ഒരാൾ ചൊല്ലിയാൽ അവന് അടിമകളെ മോചിപ്പിച്ച കൂലി കിട്ടും. അടിമകളെ മോചിപ്പിച്ച കൂലി എന്ന് പറഞ്ഞാൽ വലിയ കൂലിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ തന്നെ വലിയ പവറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഏത് പ്രയാസങ്ങളും നിമിഷങ്ങളെ കൊണ്ട് നീക്കാനും എത്ര വലിയ സമ്പന്നനെ നിമിഷങ്ങളെ കൊണ്ട് ദരിദ്രനാക്കാനും കഴിവുള്ളവൻ അല്ലാഹു ആണ്. നമ്മുടെ കടങ്ങൾ അല്ലാഹുവിന് വിഷയമില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റ് 100 വട്ടം ഒരു ദിവസം നമ്മൾ 2 തവണ ചൊല്ലിയാൽ വലിയ ഈമാനിക പവർ നമുക്കുണ്ടാകും. വലിയ നേട്ടം അതിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധ്യമാകും. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير.
لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير
لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله سيدنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് മഹാന്മാർ ആയിരം വർഷങ്ങളായി ചൊല്ലി വരുന്ന ലക്ഷക്കണക്കിന് ദാക്കിര്യങ്ങളായ ആളുകൾ ഇന്നും രാവിലെയും വൈകുന്നേരവും ഒക്കെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്ന മഹത്തായ പരമ്പരയുള്ള ദിക്റും സ്വലാത്തും ഇസ്തിഗ്ഫാറുമാണ് നമ്മളിവിടെ ചൊല്ലിയിട്ടുള്ളത്. നമ്മളൊക്കെ പല ഭാഗങ്ങളിലാണുള്ളത്, പല നാടുകളിലും പ്രവാസികളായിട്ടുള്ളവരൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും ആത്മാവ് കൊണ്ട് നമ്മൾ ഒന്നിച്ചിരിക്കുന്ന, ഒന്നിച്ച് ആമീൻ പറയുന്ന, ഒന്നിച്ച് ദുആ ചെയ്യുന്ന ഒരു മജ്ലിസാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ലൈവ് എന്ന് പറയുന്ന ആ രീതിയിലേക്ക് നമ്മുടെ മജ്ലിസിൻ്റെ ഈ ആളുകൾ എത്തിയിട്ടില്ല. കാരണം ഇത് ലൈവ് വിടണമെങ്കിൽ കുറച്ച് ആളുകൾ ഇതിൽ വേണം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ സബ്സ്ക്രൈബും മറ്റൊക്കെ ആയി പൂർത്തിയായി കഴിഞ്ഞാൽ ലൈവ് വിടാൻ പറ്റുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഈ ആത്മീയമായ മജ്ലിസിൽ വന്ന് ആത്മീയമായി കൂടി ഈ ഇസ്തിഗ്ഫാറും സ്വലാത്തും ദിക്റും ഒക്കെ ചൊല്ലി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അത് നമുക്ക് പരിഹാരം ഉണ്ടാകും. മറ്റു ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യുവാഫി നിഅമഹു വയുകാഫി മസീദാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഇവിടെ ചൊല്ലിയതായ ഇസ്തിഗ്ഫാർ സ്വലാത്ത് ദിക്ർ നീ ഖബൂലാക്കണം റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങൾ മുഴുവനും പുറത്തു തരാൻ ഇത് കാരണമാക്കണം അല്ലാ റഹ്മാനെ. പല നാടുകളിലുള്ളവരാണ്, പല ദേശങ്ങളിലുള്ളവരാണ് അള്ളാഹുവേ. ഞങ്ങളെ വീടിന്മാനെ, ഇവിടെ ഞങ്ങൾ ഉരുവിട്ട ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും സ്വലാത്തുകളും അത് ചെറുതല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ പവർ വലുതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് ചൊല്ലിയവർ ഉയരങ്ങളിൽ എത്തിയതും ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ അള്ളാഹുവേ പല ആളുകളെയും ഞങ്ങൾക്കറിയാം. ഈ ദിക്റിലൂടെ അവർ നേടിയെടുത്ത ദുനിയവിയായ ഒരുപാട് ഉയർച്ചകൾ, ആഖിറത്തിലേക്ക് അവർ പോകുമ്പോഴുള്ള പുഞ്ചിരി എല്ലാം ഞങ്ങൾ കണ്ടവരാണ്. അതുകൊണ്ടാണ് അല്ലാഹുവേ മഹാന്മാരിലൂടെ ഞങ്ങളിലേക്ക് എത്തിയ ഈ ദിക്റും സ്വലാത്തും ഇസ്തിഗ്ഫാറും ഞങ്ങൾ ഓതിയതും ചൊല്ലിയതുമൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനേ. അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി തരണം റഹ്മാനേ. പ്രയാസങ്ങൾ മാറ്റി തരണം റഹ്മാനേ. ഞങ്ങളുടെ ഖൽബുകൾ ശുദ്ധിയാക്കി തരണം റഹ്മാനേ. അല്ലാഹുവേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ മജ്ലിസിന്റെ പോലിശ കൊണ്ട് നൽകണം റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് നൽകണം അല്ലാഹ്. സിഹറുകൾ ബാധിച്ചവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. എത്രയും പെട്ടെന്ന് സിഹറുകൾ ബാത്തിലാക്കി തരണം റഹ്മാനെ.
ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ, സ്വലാത്ത്, ദിക്ർ, ഫാത്തിഹായുടെയൊക്കെ മഹത്വം കൊണ്ടല്ലാ സിഹറുകൾ മുഴുവനും ബാത്തിലാക്കണം റഹ്മാനെ. അള്ളാഹുവേ, കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കണ്ണേറ് ബാത്തിലാക്കണം റഹ്മാനെ. മറ്റു പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുവേ. ഈ ആമീൻ പറയുന്ന കൂട്ടത്തില് നിഷ്കളങ്കരായ ഉമ്മമാരുണ്ട്, പാവപ്പെട്ട ഉപ്പമാരുണ്ട് അള്ളാഹുവേ. വീട്ടിൽ നിന്ന് എണീക്കാൻ കഴിയാത്തവർ പോലുമുണ്ട് അള്ളാഹുവേ. ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ, സ്വലാത്തുകളുടെ പോരിശ കൊണ്ട് രോഗങ്ങളൊക്കെ ശിഫയാക്കണമല്ലോ. സിഹറുകൾ ബാത്തിലാക്കുന്ന കാരണം അള്ളാഹുവേ മജ്ലിസാക്കണം റഹ്മാനെ. പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങൾക്കും പരിഹാരം ഞങ്ങൾക്ക് നൽകണം അല്ലോ. ഞങ്ങളുടെ രക്തം ശുദ്ധി ഉള്ളതാക്കണം അല്ലോ. രക്തത്തിലുള്ള കേടുകളും എല്ലാ രോഗാണുക്കളെയും നീ നശിപ്പിച്ച് കളയണമല്ലോ റഹ്മാനെ. ആരോഗ്യം ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാനെ. ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഇഖ്ലാസ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മഹാന്മാരായ ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളെ പോറ്റി വളർത്തിയവർ, ഞങ്ങൾ ആത്മീയമായി ഞങ്ങൾക്ക് ഉയർച്ച നൽകിയ ഉസ്താദുമാര്, അവരുടെ ദറജകളെ നീ ഉയർത്തണം റഹ്മാനെ. അവരുടെ പദവികളെ നീ കൂട്ടിക്കൊടുക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലോ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ചീത്തപ്പേര് നൽകല്ലേ അല്ലാ. എത്രയോ ഉമ്മമാരുണ്ട് മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്. മകൻ വീട്ടിലേക്ക് കയറി വരുന്നത് തന്നെ ഉമ്മാക്ക് പേടിയാണ്. എത്ര വാർത്തകളാണ് ഞങ്ങൾ കേൾക്കുന്നത്, എത്ര ആളുകളുടെ പരാതികളാണ് ഞങ്ങൾ കേട്ടത്. മകൻ വരുന്നത് ഉസ്താദേ പേടിയാണ്, അവൻ വന്നാൽ വല്ലാത്ത പ്രയാസമാണ് വീട്ടില്. ഞങ്ങളുടെ മക്കൾ അത്തരം മക്കളാക്കല്ലേ റഹ്മാനെ. മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് റബ്ബേ കണ്ണിന് കുളിർമയാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് കണ്ണിന് കുളിർമ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പ്രായമായ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണം അല്ലോ. ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാര്, അത്തിപ്പറ്റ ഉസ്താദ് അടക്കമുള്ള ഞങ്ങളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്നവര്, അല്ലാഹുവേ, അവരുടെയൊക്കെ ദറജകളെ ഉയർത്തണം റഹ്മാനെ. ഈ മജ്ലിസ് കേൾക്കുന്ന ആളുകൾക്ക് നീ ഖൈർ കൊടുക്കണം അല്ലോ. അല്ലാഹുവേ, ഇഖ്ലാസുള്ളവരാക്കണം റഹ്മാനെ. ലക്ഷ്യങ്ങളും മറ്റുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ലാതെ അല്ലാഹുവേ ഒരു കൂട്ടായ്മ, ആത്മീയമായ കൂട്ടായ്മ, ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിക്കലാണ്. അവിടുത്തെ തിരുസുന്നത്തുകൾ ഞങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കലാണ്. അല്ലാഹുവേ, അവിടുത്തെ തിരുസുന്നത്തുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തലാണ് ഞങ്ങളുടെ ഉദ്ദേശം. നീ അത് പൂർത്തിയാക്കി തരണം റഹ്മാനെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മ, ആത്മീയ സംഗമമാക്കി ഞങ്ങളെ മാറ്റിത്തരണം റഹ്മാനെ. റഹ്മാനെ, കടമുള്ളവരുണ്ടല്ലോ, കടങ്ങൾ വീട്ടാനുള്ള ഖൈറായ വഴികൾ തുറന്നു നൽകണം റഹ്മാനെ. വീടില്ലാത്തവരുണ്ട് റബ്ബേ, വീട് എല്ലാവർക്കും അനുയോജ്യരായ വീട് നൽകണം റഹ്മാനെ. തറയിട്ട് പൂർത്തിയാക്കാൻ കഴിയാത്തവരുണ്ട്, എത്രയും പെട്ടെന്ന് അവരുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കി കൊടുക്കണം. ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറും സ്വലാത്തും ദിക്റുകളും അത് ചില്ലറല്ല, അത് പവറുള്ളതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്, ജീവിതത്തിൽ അനുഭവിച്ചതാണ്. പലരും അതിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾ കണ്ടതാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ നാക്കിൻ്റെ പിഴവ് കൊണ്ടോ മനസ്സിൻ്റെ മലിനത കൊണ്ടോ അല്ലാഹുവേ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഈ ദിക്ർ സ്വലാത്തുകൾ നീ സ്വീകരിക്കാതിരിക്കരുത് റഹ്മാനെ. അവർക്കൊക്കെ നീ കൊടുത്ത നേട്ടങ്ങൾ നൽകണം അല്ലാഹുവേ. സ്വർഗത്തിൽ വെച്ച് നിന്നെ കാണാൻ ഈ മജ്ലിസിലൂടെ ഞങ്ങൾക്ക് കാരണമാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾ അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. പല മജ്ലിസുകളിലും ചെല്ലുമ്പോൾ അവിടുന്ന് പറയാറുണ്ട്, അല്ലാഹുവേ, ഞങ്ങളോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ അല്ലാഹുവേ ആരോഗ്യം നീ നിലനിർത്തി തരണം റഹ്മാനേ. മാരകമായ രോഗങ്ങളൊന്നും ഈ സ്വലാത്തിൻ്റെ പോരിശ കൊണ്ട് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് ബന്ധപ്പെട്ടവർക്ക് നൽകല്ലേ അല്ലാ. പട്ടിണി കൊണ്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തരുത് റബ്ബേ. അല്ലാഹുവേ, വസ്ത്രമില്ലാതെ ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തരുത് അല്ലാ.
വീടിൻ്റെ ഉള്ളിൽ വെച്ചും മറ്റു പലയിടങ്ങളിൽ വെച്ചും പരസ്പരം അറിയാത്ത ആത്മീയത കൊതിക്കുന്ന ഹബീബിനെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ദുആക്ക് ഉത്തരം പറയുന്നത്. ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്നുള്ള ഈ ദിക്റിലൂടെ ഈ സ്വലാത്തിലൂടെ ഞങ്ങൾക്ക് അല്ലാഹുവേ ആഖിറത്തിൽ പദവികൾ വർദ്ധിപ്പിച്ചു തരണം അല്ലാ. ജീവിതത്തിലുള്ള എല്ലാ ശർറുകളും തട്ടിമാറ്റി തരണം അല്ലാ. ഖൈറുകൾ തുറന്നു തരണം അല്ലാ. പ്രവാസികളായ ഞങ്ങളെ സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ നീ ഉയർച്ച നൽകണം റഹ്മാനെ. അവരുടെ കുടുംബത്തിന് സമാധാനം നൽകണം അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹായിച്ചവരുണ്ട് റബ്ബേ. എത്രയോ ആളുകൾ റബ്ബേ പല ഘട്ടങ്ങളിൽ പല ആവശ്യങ്ങളും അവർ കണ്ടറിഞ്ഞ് ചോദിക്കാതെ അല്ലാഹുവേ ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണം അല്ലാ. പേര് പറയാൻ ആവശ്യമില്ല അല്ലാഹുവേ. അവരുടെ വീടും പേരും അവരുടെ സാമ്പത്തികമായ ഉയർച്ചയും എല്ലാം നിനക്കറിയാം റഹ്മാനെ. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണം അല്ലാ. ഞങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കൂടെ നിന്നവരെ നീ സഹായിക്കണം അല്ലാ. ദുനിയവിയും ഉഖ്റവിയുമായ ഒരു പ്രയാസവും അവർക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണം. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ പൂരിശ കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ പൂരിശ കൊണ്ട് ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ മജ്ലിസ് അതിന് കാരണമാക്കണം അല്ലാഹ്. ഈ മജ്ലിസ് അല്ലാഹുവേ ഞങ്ങളെ ഉയർച്ചയ്ക്ക് കാരണമാക്കണം അല്ലാഹ്. ഒരിക്കലും ഈ മജ്ലിസ് കൊണ്ട് വൈവേച്ചു പോകേണ്ട അവസ്ഥ നൽകില്ലേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ഖബർ ജീവിതം സുഖത്തിലും സന്തോഷത്തിലും ആക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഖൈറ ദുനിയ വ ഖൈറൽ ആഖിറ വസ്രിഫ് അന്നാ ശർറ ദുനിയ വ ശർറൽ ആഖിറ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين. الحمد لله.